യുവതിയുടെ നാളും മെഡിസിറ്റിയുടെ MD-യുമായിരിക്കുന്ന മോൺസിഞ്ഞോർ ജോസഫ് കണിയോടിക്കൽ, യുവതിയുടെ മുൻ വികാരിയാളും നഴ്സിംഗ് കോളേജിൻ്റെ ഡയറക്ടറുമായിരിക്കുന്ന മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലിൽ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പ്രൊഫസർ മെരിയറ്റ്, വൈസ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, ഇതാണ് നിറയെ ശരിക്കും കാണത്തില്ല. വെരി ഗുഡ്. ഇപ്പോൾ കാണാം. നഴ്സിംഗ് കോളേജ് ഇതുപോലെ നിറഞ്ഞ സദസ്സിൽ കാണാൻ പറ്റുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇവിടുത്തെ സമഗ്രമായ പ്രോഗ്രാംസ് റിപ്പോർട്ട് കേട്ടപ്പോൾ ഒരു മെയിൽ നേഴ്സായിട്ട് വന്ന് പഠിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ ഓർത്തുപോയി. എന്തുമാത്രം പ്രോജക്ട്സാണ് ഞങ്ങളുടെ ക്ലാസ്സുകൾ, ഞങ്ങളുടെ ഉല്ലാസങ്ങൾ, പുറത്തു പോകുന്നത്, അതുപോലെ മറ്റ് ആർട്സ് സയൻസ് മേഖലയിലുള്ള നിങ്ങളുടെ കാര്യങ്ങൾ, പിന്നെ ക്ലാസ്സും ഉണ്ടല്ലോ അല്ലേ? ക്ലാസ്സിൻ്റെ നല്ലല്ലേ? പ്രോഗ്രാംസ് എല്ലാം മറ്റേതായിട്ട് നമുക്ക് തോന്നും. ക്ലാസ് ഉണ്ടല്ലോ, ക്ലാസ്സാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നല്ല സന്തോഷത്തോടു കൂടെ ആയിരിക്കുന്നു എന്ന് കാണുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പഠനകാലമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള കാലഘട്ടം. മറ്റേത് സർവീസിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിനേക്കാൾ നമ്മുടെ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നു, അധ്യാപകരിൽ നിന്ന് കേൾക്കാൻ പറ്റുന്നു എന്നത് വലിയൊരു പുണ്യമാണ്, ഭാഗ്യമാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 10-15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു പാരാഡൈസേഷൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രോജക്റ്റ് അല്ലെങ്കിൽ ട്രസ്റ്റ് എന്നുള്ള ഒരു പദ്ധതി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ നഴ്സിംഗ് കോളേജാണ്. അതുകൊണ്ടാണ് ആദ്യം ഇവിടെ തുടങ്ങിയത്. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് മറ്റ് മേഖലകളിലേക്കൊക്കെ നമ്മുടെ ആശുപത്രി, അല്ലെ ഇപ്പോൾ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ആശുപത്രിയുടെ ഔട്ട് ഹൗസസ്, ഇങ്ങനെയുള്ള പരിപാടികളിലേക്കൊക്കെ നമ്മൾ പോകാൻ കാരണം ഇതാണ് ഇതിൻ്റെ ഒരു മദർ ഹൗസ് പോലെ ഈ ട്രസ്റ്റിൻ്റെ ഈ പ്രോജക്റ്റിൻ്റെ ഏറ്റവും ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘടകം. നമ്മൾ പല കാര്യങ്ങളുള്ളപ്പം, പല ചണ്ടാളച്ചന്മാരുള്ളപ്പം പ്രോട്ടോ എന്ന വാക്ക് ചേർത്ത് ഒന്നാമത്തേതെന്ന് പറയുന്നതിനൊരു മുൻഗണനയുണ്ട്. അതുപോലെയാണ് നമ്മളുടെ ഈ PDMET-യുടെ കാര്യത്തിൽ നഴ്സിംഗ് കോളേജ് ഇവിടം കേന്ദ്രമാക്കിയുള്ള നമ്മുടെ നല്ല കോളേജ്, നല്ല ഹോസ്റ്റല്, നിങ്ങൾക്ക് നടക്കാനും കളിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളോട് കൂടിയ നല്ല 2 സെക്ഷൻസാണ് ഈ കോളേജും ഇവിടുത്തെ ഹോസ്റ്റലൈറ്റ്സ് ആയിരിക്കുന്നത്. നിങ്ങൾ നല്ല സന്തോഷത്തോടു കൂടി ഇവിടെ കാലവും ആകുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ നല്ലൊരു കുടുംബാന്തരീക്ഷം ഇവിടെ കാത്ത് സംരക്ഷിച്ച് പരിപാലിക്കുന്നുമുണ്ട്. വളരെ നല്ല മികവോടുകൂടിയ അധ്യാപകർ, ട്രെയിനിങ്, നിങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ പഠിച്ച നഴ്സുമാർ നല്ല ഡിമാൻഡുള്ളവരാണ്. മർസിവായിൽ പഠിച്ചവരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെവിടെ ചെല്ലുന്നുവോ ആ സ്ഥാപനത്തിൽ നല്ലൊരു മതിപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കിട്ടുന്ന ക്ലാസ്സുകളുടെ പ്രത്യേകത, നിങ്ങൾക്ക് കിട്ടുന്ന ട്രെയിനിങ്ങിൻ്റെ പ്രത്യേകതകൾ ഒക്കെ കൊണ്ടാണ്. നഴ്സിംഗ് ഇത് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇതിനു മുമ്പ് നിങ്ങളോട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതുമാണ്. ഇന്നത്തെ കത്തോലിക്ക കുട്ടികൾക്കറിയാം, പരിശുദ്ധ കുർബാനയിലെ
സുവിശേഷ ഭാഗം എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തരായിരിക്കണം എന്നുള്ള ലൂക്കായുടെ സുവിശേഷത്തിലെ 16-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ്. അതിൻ്റെ അവസാനം പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യം, ചെറിയ കാര്യത്തിൽ വിശ്വസ്തരാണെങ്കിൽ വലിയ കാര്യങ്ങൾ നിങ്ങളെ ദൈവം ഏൽപ്പിക്കും. ചെറിയ കാര്യങ്ങളിൽ അവിശ്വസ്തരാണെങ്കിൽ വലിയ കാര്യങ്ങളിലും നിങ്ങൾ അവിശ്വസ്തരായിരിക്കും. വലിയ കാര്യങ്ങൾ നിങ്ങളെ ആരും ഏൽപ്പിക്കുകയുമില്ല. പ്രത്യേകിച്ച് നഴ്സുമാരായിരിക്കുന്ന ആ ഒരവസ്ഥ ഇന്ന് വളരെ ഡിമാൻഡിങ് ആണ്, വളരെ ചലഞ്ചിങ് ആണ്, വളരെ ക്രിട്ടിക്കലാണ്. പൊതുസമൂഹം നമുക്കത്ര എളുപ്പമല്ല. ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ വളരെയേറെ വിശ്വസ്തത കാണിക്കേണ്ടവരാണ്. അതുപോലെ ഇന്നത്തെ ലേഖനത്തിൽ പൗലോസ്ലീഹ നമ്മളോട് പറയുന്നുണ്ട്, കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ. കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ. ഈ 2 തിരുവചന ഭാഗങ്ങളും ഇന്ന് നമ്മളിവിടെ കുടുംബ സമ്മേളനമായിട്ട് ഒന്നിച്ചിരിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് പറയുന്നത് പോലെ എനിക്ക് തോന്നി. ഈ 2 വായനകളും നമ്മൾ നഴ്സുമാർ അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റുഡൻസ് ആയിട്ട് ഇവിടുത്തെ ഹോസ്റ്റലിൻ്റെ അംഗമായിട്ട് നമ്മൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെക്കുറിച്ച് നേരിട്ട് ഈശോയും പൗലോസ്ലീഹായും സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. മാർസ്ലീവ നഴ്സിംഗ് കോളേജിന് നല്ലൊരു കൾച്ചറൽ ഐഡന്റിറ്റി ഉണ്ട്. ഇത് പാലായിലാണ്, കർഷകരുടെ നാട്ടിലാണ്, നല്ല വിശ്വാസമുള്ള ജനതകളുടെ നടുവിലാണ്. ഇവിടെ നിങ്ങൾക്കറിയാം, ക്രൈസ്തവരും ഹൈന്ദവരും മുസ്ലിങ്ങളും എല്ലാം ഒന്നിച്ച് പാർക്കുന്ന ഒരു സ്ഥലമാണ് പാലാ രൂപത എന്ന് പറയുന്ന ആ ഒരു ടെറിറ്ററി അല്ലെങ്കിൽ സ്ഥലം. അതുകൊണ്ട് നല്ലൊരു കൾച്ചറൽ ഹെറിറ്റേജ് കാത്തു സൂക്ഷിക്കുന്ന പ്രദേശമാണിത്. മിഡിൽ ട്രാവൻകൂറിൻ്റെ കേന്ദ്രമായിട്ടുള്ള ഒരു സ്ഥലമാണ് പാലായുടെ ഹൃദയമാണ് ചെറുപ്പക്കൽ പള്ളിയും ചെറുപ്പക്കൽ നഴ്സിംഗ് കോളേജും ആശുപത്രിയും എല്ലാം വരുമ്പോൾ എല്ലാ അർത്ഥത്തിലും നമുക്കത് അങ്ങനെ പറയാൻ സാധിക്കും. അങ്ങനെ ആ ഒരു കൾച്ചറൽ ഹെറിറ്റേജും വലിയൊരു സ്പിരിച്വൽ ഡയമെൻഷനും ചെറുപ്പക്കൽ മാർസ്ലീവ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു സ്പിരിച്വൽ ഹെറിറ്റേജ് കൂടെ അത് നൽകുന്നുണ്ട്. നിങ്ങൾ ചെറുപ്പക്കൽ പള്ളിയിൽ കയറാത്തവർ, അതിൻ്റെ മുറ്റത്ത് കയറാത്തവർ ആരും തന്നെ കാണുകയില്ല. അതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ദേവാലയമാണ് നമ്മുടെ മാർസ്ലീവ പള്ളി, ചെറുപ്പക്കൽ പള്ളി. ആ പള്ളിയുടെ ശുശ്രൂഷകളിൽ നിന്നാണ് നമുക്ക് ഇതുപോലുള്ള ദൈവാനുഗ്രഹവും കൃപയും ഒക്കെ സമൃദ്ധമായിട്ട് ലഭിക്കുന്നത്. അങ്ങനെ നല്ലൊരു കൾച്ചറൽ സ്പിരിച്വൽ ക്രിസ്ത്യൻ കൺസോളിഡേഷനുള്ള ഒരു സ്ഥലത്ത് ഇവിടെ വന്ന്, ഒപ്പം ഇത് കാർഷിക മേഖല കൂടിയാണ്. കർഷകരുടെ കാര്യത്തിൽ നമ്മൾ സാധിക്കുന്നത് പോലെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ കരൂര് കേന്ദ്രമാക്കി നമ്മൾ വലിയൊരു കർഷക ഫാക്ടറി രൂപീകരിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സുദ്ദേശിക്കുന്ന പോലെ എല്ലാം നടക്കുകയില്ല. എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം ഈ ദേശത്തുള്ള എല്ലാ മതവിഭാഗത്തിലും പെട്ട കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നല്ല വില കർഷകർക്ക് കിട്ടത്തക്ക രീതിയിൽ എടുത്ത് നമ്മളുടെ ആ കമ്പനിയിൽ പാലായിൽ കൊണ്ടുവന്ന് പ്രോസസ്സിങ് നടത്തി എല്ലാ കർഷകർക്കും അവരെത്രമാത്രം ഉൽപ്പന്നങ്ങൾ ജനറേറ്റ് ചെയ്താലും അത് നല്ല വിലയ്ക്ക് അവരിൽ നിന്ന് എടുക്കാനുള്ള ഒരു സംവിധാനവും, പിന്നീട് അതിൻ്റെ വാല്യൂ ആഡഡ് പ്രോസസ്സിങ് വഴി കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള റവന്യൂ ജനറേറ്റിംഗ് ആയിട്ടുള്ള മാർഗത്തിലേക്ക് എത്തിക്കണം എന്നുമാണ്. അതിനുവേണ്ടി നല്ലപോലെ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കർഷകരുടെ കേന്ദ്രമായ പാലായിക്ക് ഇന്ന് കാർഷിക മേഖലയിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അവർക്ക് ഒരു സഹായമാകണം. ഇപ്പോൾ നമ്മൾ മെഡിസിറ്റിയും
ഇവിടെയൊക്കെ നമ്മൾ തുടങ്ങി. നമുക്കൊരു 2300ഓളം ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റി. ഇവിടെയും ആശുപത്രിയും കൂടെ നോക്കുമ്പോൾ ചെറിയ കാര്യമല്ലല്ലോ. 2300ഓളം ആളുകൾ ഇവിടെ സേവനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ വലിയൊരു മറുവശം. ഇവിടെ പഠിപ്പിക്കുന്നു, അപ്പുറത്ത് ചികിത്സിക്കുന്നു. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഇത്രയും ആളുകൾക്ക് നമുക്ക് ജോലി കൊടുക്കാൻ പറ്റി. ഈ കർഷക ഫാക്ടറി വഴിയും എൻ്റെ മനസ്സിലുള്ളത് അങ്ങനെ ഒരു കാര്യമാണ്. ഇവിടെ ജോലി കിട്ടാത്ത കുറേയേറെ ചെറുപ്പക്കാരുണ്ട്, കുറേയേറെ ആരോഗ്യമുള്ള മുതിർന്ന ആളുകളുമുണ്ട്. അവരെ പോലെയുള്ളവർക്കൊക്കെ കൂടുതൽ ജോലി കൊടുക്കാനും കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കൊടുക്കുവാനുമുള്ള ഒരു സംവിധാനമായിട്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് 6 ഏക്കർ സ്ഥലം രൂപതയുടെ ഈ കർഷക ഫാക്ടറിക്ക് വേണ്ടി നമ്മൾ വിട്ട് കൊടുത്തതും അവിടെ നിർമ്മാണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളിവിടെ വന്ന് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഈ പശ്ചാത്തലങ്ങൾ നിങ്ങളെ സ്വാധീനിക്കുന്നു. ഞാൻ കരുതുന്നത് നിങ്ങൾ ഇവിടെ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർ ഒട്ടുമിക്കവരും തന്നെ ഇടത്തരം കുടുംബത്തിലെ ആളുകളാണ്. നിങ്ങൾ വലിയ രാജകൊട്ടാരങ്ങളിൽ നിന്നൊന്നും വന്നവരായിരിക്കുകയില്ല. ചുരുക്കം ചിലർക്ക് വലിയ സാമ്പത്തിക ഭദ്രതയുള്ളവരുണ്ടായിരിക്കാം. എങ്കിലും ഇടത്തരം കുടുംബത്തിലെ ആളുകളാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ അധ്വാനിക്കുന്നവരാണ്. ബഹുഭൂരിപക്ഷം പേരും കർഷകരായിരിക്കാം, അല്ലെങ്കിൽ നല്ല അധ്വാനശീലരായ ആളുകളാണ്. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാകൊണ്ട് ഈ ചെറുപ്പങ്ങളിൽ വന്ന് ഇവിടെ പഠിക്കുകയും ഇവിടുത്തെ ഹോസ്റ്റലിൽ ജീവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് കണ്ടെത്തിയ ആ മൂല്യങ്ങളും വളർത്താനും അതിലൂടെ മുമ്പോട്ട് പോകാനും ഒക്കെ സാധിക്കും. ഗാന്ധിജിയുടെ മകൻ്റെ മകൻ രാജ്മോഹൻ ഗാന്ധി സൗത്ത് ചരിത്രം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അവർ അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം വലിയ ആളുകളാണ്, പണ്ഡിതന്മാരാണ്, ഓക്സ്ഫോർഡിലൊക്കെ പഠിച്ചവരാണ്. ഒരാൾ ഗവർണറായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും മുൻപിൽ നിൽക്കുന്നവരാണ്. അദ്ദേഹം എഴുതിയ ആ പുസ്തകത്തിലെ ഒരു ചെറിയ വാക്യം ഇതാണ്: ഈ പുസ്തകം എന്ന തുണി, ഗാർമെന്റ്, നിങ്ങൾ ഓരോരുത്തരുമാകുന്ന നൂലുകൊണ്ട് നെയ്യപ്പെട്ടതാണ്. അദ്ദേഹം സൗത്ത് ഇന്ത്യയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അതിലെ കാര്യങ്ങൾ, ആ പുസ്തകത്തിലെ കാര്യങ്ങൾ ഈ സൗത്ത് ഇന്ത്യയിലെ ഓരോ വ്യക്തിയുമാകുന്ന ആ നൂലുകൊണ്ട്, അവരുടെ സംസ്കാരം കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് അങ്ങനെ നമ്മൾ നെയ്തെടുത്തതാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇവിടെയും നമ്മൾ ഇന്ന് കുടുംബസമ്മേളനമായിട്ടും അല്ലെങ്കിൽ ആനുവൽ ഡേ ആയിട്ടും ഒക്കെ ഇരിക്കുമ്പോൾ നിങ്ങളാണ് ഇതിൻ്റെ കാതല്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ, ഹാള് നിറയെ കുട്ടികളുണ്ട്. നിങ്ങളാകുന്ന ആ നൂല് കൊണ്ട് നെയ്തെടുത്ത ഒരു വസ്ത്രമാണ് ഇപ്പോൾ നിങ്ങളെ കണ്ടാൽ എനിക്ക് തോന്നുന്നത്. ഒറ്റ തുന്നലില്ലാത്ത, എന്നാൽ നൂലുകൾ കൊണ്ട് മാത്രം നെയ്തെടുത്ത ഒരു വസ്ത്രം പോലെ. നിങ്ങളുടെ ബാച്ച് വ്യത്യാസങ്ങൾ എത്ര പറഞ്ഞ 5 ബാച്ചിൽപ്പെട്ട കുട്ടികൾ ഇപ്പോൾ ഇവിടെയുണ്ട്. അത് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് വരുന്നതാണ്. അത് നല്ലതുമാണ്. ഇത്രയും വ്യത്യസ്ത വർഷങ്ങളിലെ കുട്ടികളുമായിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ സാധിക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞ ആ ഒരു ഒറ്റ തുണി, ഒറ്റ പുസ്തകം, അതൊരു ഐക്യമാണ്, അതൊരു ഐഡന്റിറ്റിയാണ്. ഒരു പുസ്തകത്തിൻ്റെ ഉള്ളിലെ ഓരോ വാക്കിനും ഒരർത്ഥമുണ്ട്. പല വാക്കുകൾ ചേരുന്നതാണല്ലോ ഒരു വാക്യം. പല വാക്യങ്ങൾ ചേരുന്നതാണ് ഒരു പാരഗ്രാഫ്. പല പാരഗ്രാഫ്സ് ചേർന്നതാണ് ഒരു ചാപ്റ്റർ. പല ചാപ്റ്റേഴ്സ് ചേരുന്നതാണ് ഒരു പുസ്തകം. എന്ന് പറഞ്ഞവരാണ് നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ ഐക്യവും അല്ലെങ്കിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസും എല്ലാം. നഴ്സുമാരായിട്ട് നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും അങ്ങനെയാണ്. എവരി നഴ്സ് ഈസ് എ ഫ്രാഗ്മെന്റ് of a wider reality of hospital ministry. അതൊരു വൈഡർ റിയാലിറ്റിയാണ്. അതിൻ്റെ ഒരു കഷ്ണമാണ് നിങ്ങൾ ഓരോരുത്തരും. ആ ഓരോ കഷ്ണവും അതിൽ തന്നെ പൂർണ്ണമാണ്. നിങ്ങളൊരു ഫ്രാഗ്മെന്റ് ആയിട്ട് നിൽക്കുമ്പോഴും നിങ്ങൾ ഐസൊലേറ്റഡ് അല്ല. നിങ്ങൾ ഹോസ്പിറ്റൽ മിനിസ്ട്രി എന്നുള്ള ആ ഒരു വലിയ യൂണിവേഴ്സൽ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. A nurse is not an isolated person.
പരിശുദ്ധാവ് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്. വലിയ മുഖം വീർപ്പിച്ച് നടക്കുന്ന ആളുകൾ, നേഴ്സാണെങ്കിലും പ്രധാനാണെങ്കിലും അച്ഛനാണെങ്കിലും അധ്യാപകരാണെങ്കിലും, പിതാവ് എപ്പോഴും പറയാറുണ്ട്, എന്തിനാണ് ഇത്രയും വലിയ ഈ വീർപ്പിക്കല്? പരിശുദ്ധാവ് ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു കൊമ്പൻ മുളക് വിനാഗിരിയിൽ ഇട്ട് ഒരു 6 മാസം കഴിയുമ്പം എടുത്ത് നോക്കിയാൽ അത് നല്ല വീർത്തിരിക്കും. അങ്ങനത്തെ മുഖവുമായിട്ടാണ് പലരും പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് വരുന്നതെന്ന് പരിശുദ്ധ പറയുന്ന കാര്യം നമ്മൾ വിട്ടുകളയരുത്. നിങ്ങൾ പ്രത്യേകിച്ച് ഒരു നേഴ്സ് ഔദ്യോഗികമായിട്ട് നിങ്ങൾ എപ്പോഴും കാണുന്നത് രോഗികളെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. രോഗികളെയാണ് നിങ്ങൾ കാണുന്നത്. പ്രയാസമുള്ളവരെയാണ്, വേദനിക്കുന്നവരെയാണ്, മാനസിക ബുദ്ധിമുട്ടുള്ളവരായിരിക്കാം, ശാരീരികമായ വൈകല്യങ്ങളുള്ളവരായിരിക്കാം, മെന്റലായിട്ട് വലിയ ഡിസ്റ്റർബൻസ് ഉള്ളവരായിരിക്കാം. നമ്മൾ അവരുടെ ഇടയിൽ അതിനേക്കാൾ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ചെന്ന് കയറരുത്. അതാണ് പ്രശ്നം. ഈ പരിശീലനമെല്ലാം നിങ്ങൾക്ക് വർഷങ്ങൾ നൽകുന്നത് ഈ വൈഡർ റിയാലിറ്റിയെ നല്ലതുപോലെ നമ്മൾ കണക്കാക്കാനും, നിങ്ങൾ കാണുന്ന സൂയിസൈഡൽ ടെൻഡൻസിയോട് എത്രയോ ആളുകൾ വരുന്നു, അങ്ങനെയുള്ളവരെയൊക്കെ നല്ല വാക്കുകൾ പറഞ്ഞ് നിങ്ങളുടെ ആ നല്ല സമീപനം കൊണ്ട് അവർക്ക് സൗഖ്യം നൽകാനായിട്ട് കഴിയണം. ഇന്ന് ലോകത്തിൽ the greatest problem of today's world is the loneliness epidemics. നമ്മൾ കോവിഡിനെ കുറിച്ചൊക്കെ പറഞ്ഞു, വലിയ പകർച്ചവ്യാധിയാണ്, ശരിയാണ്. പക്ഷെ ലോൺലിനെസ് ആണ് ഏറ്റവും പ്രയാസപ്പെട്ട കാര്യം, ഏറ്റവും പ്രയാസപ്പെട്ടത്. നമുക്ക് ഏത് ശുശ്രൂഷയിൽ നിൽക്കുന്നവർക്കും ഈ ലോൺലിനെസ് ഉണ്ടാകാം. നമുക്ക് റൂട്ടഡ് ഇൻ ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ സഹപ്രവർത്തകരോട് ഒക്കെ പ്രവർത്തിക്കാൻ, ചേർന്ന് നിൽക്കാൻ പറ്റാതെ പോകുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകാം. അത് വലിയ പ്രയാസമാണ് നമുക്ക് നൽകുന്നത്. ആ ലോൺലിനെസ് എപ്പിഡമിക്സ് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. അതിന് ആണ് ഈ പരിശീലനങ്ങളൊക്കെ നൽകുന്നത്. നമുക്ക് ഇന്ന് പരിശുദ്ധ പിതാവ് ആവർത്തിച്ച് പറയുന്ന പരിശുദ്ധാവി അവസാന നാളിൽ കഴിഞ്ഞ ആഴ്ചയിൽ എഴുതിയ ഒരു ചാക്രിക ലേഖനമാണല്ലോ ദി ലെറ്റ് നോസ് ഹി ലവ്ഡ് അസ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റാണ് അത്. തിരുഹൃദയ ഭക്തിയെ കുറിച്ചാണ് അവിടെ പരിശുദ്ധ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ സെക്കൻഡ് ഹാർട്ട് അതെല്ലാം പറഞ്ഞു വന്ന് ഇന്ന് ഹൃദയം നഷ്ടപ്പെട്ട ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹൃദയം നഷ്ടപ്പെട്ട ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ ലോകത്തെ ഹൃദയപൂർവം നമ്മൾ സമീപിച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഹൃദയം നഷ്ടപ്പെട്ട ലോകത്തിൽ ഹൃദയപൂർവം സമീപിക്കേണ്ടവരാണ് നിങ്ങൾ. ഏത് ആശുപത്രിയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ കോണ്ടാക്ട്സ് രോഗിയോടും രോഗിയുടെ വീട്ടുകാരോടും ആശുപത്രിയുടെ പൊതു ഭരണ സംവിധാനത്തോടും ഒക്കെ ഉണ്ടാകുന്നത് നഴ്സുമാരുമായിട്ടാണ്. എപ്പോഴും നമ്മൾ കണ്ടുമുട്ടുന്നതും ആവശ്യങ്ങൾ അവരാണ് അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നവർ. നിങ്ങളാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തുന്നവർ. അപ്പം സൂക്ഷ്മതയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, നല്ല അറിവോടുകൂടി ഒരു തുള്ളി രക്തമെടുക്കണമെങ്കിൽ നരത്തെ കൊണ്ട് കുത്തിയാൽ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. ഒരു കുപ്പി രക്തം കൊടുക്കാൻ വേണ്ടി വരുന്നവര് ഒരു മുട്ടുസൂചി കൊണ്ട് നമുക്ക് അങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് വീഴ്ചകൾ വരും. നമ്മൾ പത്രം വായിക്കുന്നവരൊക്കെയാണല്ലോ. എല്ലാ ദിവസവും ആശുപത്രിയിൽ ബഹളങ്ങളുണ്ട്. മെഡിക്കൽ കോളേജുകളിൽ തുടർച്ചയായിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് പലതും കൂട്ടിപ്പോകുന്നതിന് എനിക്ക് പേടിയുണ്ട്. അതെല്ലാം നമ്മളുടെ ഭാഗത്തു നിന്ന് വരുന്ന പോരായ്മകളാണ്, ശ്രദ്ധക്കുറവാണ്. വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ സമീപിക്കേണ്ട ഒരു മേഖലയാണ് ഈ നഴ്സിംഗ്. അവിടെ നമ്മുടെ ഇടപെടലുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മിനിസ്ട്രിയോട് ബന്ധപ്പെട്ട മരുന്ന് കൊടുക്കുമ്പോൾ മരുന്ന് മാറിപ്പോകുന്നു, അല്ലെ കട്ടിലെ കിടക്കുന്ന ആളിന് പോലും കൂട്ടത്തിൽ വന്നിരുന്ന അമ്മയ്ക്ക് പ്രായം കൂടുതൽ തോന്നി, അമ്മയാണ് അസുഖമുള്ളത്, അമ്മയ്ക്ക് മരുന്ന് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇതൊന്നും വളരെ ഐസൊലേറ്റഡ് കാര്യങ്ങളൊന്നുമല്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതെല്ലാം നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന പെശകുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് കൂടുതൽ ഡിറ്റർമിനേഷൻ വേണം,
ഞാൻ ആദ്യം പറഞ്ഞ മൂല്യങ്ങളൊക്കെ കണ്ടെത്തി അതിലൂടെ കൂടുതൽ വളരാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവം പ്രവർത്തിക്കുന്നത് നമ്മളിലൂടെയാണ്. God is almighty, but he is not a magician. God is almighty. ആ ദൈവത്തിന് നമ്മളുടെ കരങ്ങളിലൂടെ മാത്രമേ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബുദ്ധിയും നമ്മുടെ കരങ്ങളും നമ്മളുടെ സന്മനസ്സും എല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈശോ പരസ്യ ജീവിതകാലത്ത് ക്രൈസ്തവ കുട്ടികൾക്കറിയാം, ജെറൂസലേം ദേവാലയം he cleansed and rectified. He cleansed and rectified the temple. നിങ്ങളാണ്, നഴ്സുമാരാണ് ഒരു ഹോസ്പിറ്റലിനെ ഈ പറഞ്ഞ രണ്ട് വാക്കുകളിൽ ക്ലെൻസ്ഡ് ആൻഡ് റെക്ടിഫൈഡ്, അവിടെ അടിച്ചുവാരുന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞു. ആ ഒരു വലിയ സംവിധാനത്തെ, ഒരു ആശുപത്രിയെയും അതിൻ്റെ പവിത്രതയിൽ കാണുകയും അവിടെയുള്ള കാര്യങ്ങളെല്ലാം തിരുത്തി അതിനെ റെക്ടിഫൈ ചെയ്യുകയും ചെയ്യുന്നത് നഴ്സുമാരാണ്. എവിടെയെല്ലാം നഴ്സുമാർ പാടിപ്പോയിട്ടുണ്ടോ അവിടെയെല്ലാം ആശുപത്രി കൂട്ടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ വളരെ വലിയ ഉത്തരവാദിത്വമുള്ള ഒരു കാര്യത്തിലാണ് നിങ്ങൾ പരിശീലനം നേടുന്നത് എന്ന കാര്യത്തെ വീണ്ടും ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ പഠനം കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് പോകാനുള്ള അമിത വ്യഗ്രത കാണിക്കരുത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, രണ്ട് വിഭാഗങ്ങളാണ് ഇവിടെ ഉറപ്പായിട്ട് നിൽക്കേണ്ടത്. ഒന്ന് സിവിൽ സർവൻസ്, രണ്ട് നഴ്സുമാർ. സിവിൽ സർവൻസ് രാജ്യത്തിൻ്റെ ഭരണപരമായ കാര്യങ്ങളിലും നഴ്സുമാർ രാജ്യത്തിൻ്റെ ആരോഗ്യപരമായ സെക്ടറിലും നല്ല കോൺട്രിബ്യൂഷൻസ് കൊടുക്കണം. ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരുടെ പോരായ്മകൾ എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയെല്ലാം ഭരണവും സമൂഹവും ബലഹീനമാവുകയാണ്. നമ്മുടെ ഈ നാട്ടിൽ നിന്ന് നമുക്കൊരു 10-40 കൊല്ലം മുമ്പൊന്നും ഈ മൈഗ്രേഷൻ പുറത്തേക്ക് പോകാൻ അങ്ങനെ ഒരു കാര്യം പോലും ഇല്ലായിരുന്നു, അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലായിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിക്കാണ് ആദ്യമായിട്ട് തിരുവല്ലയിൽ നിന്ന് കുറേ പേര് പുറത്തു പോകുന്നത്. സായിപ്പ്മാർ വന്നപ്പോൾ അവരുടെ ബട്ട്ലേഴ്സായിട്ട് അവർക്ക് ബേക്കറിയും അതുപോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ, പിന്നീട് സായിപ്പ്മാരുടെ വലിയ തോട്ടങ്ങൾ 10,000 ഏക്കർ തോട്ടം അവർ വാങ്ങിച്ചപ്പോൾ അവിടെ റൈറ്റർമാരായിട്ട് നമ്മുടെ എല്ലാ സമുദായത്തിൽ നിന്നും ആളുകൾ പോയി. പിന്നെ വലിയൊരു നഴ്സിംഗ് കുടിയേറ്റം തിരുവല്ലയിൽ നിന്ന് തന്നെയാണ് വന്നത്. തിരുവല്ല കുട്ടികളൊക്കെ ഇവിടെ കാണാം. തിരുവല്ല കേന്ദ്രമാക്കിയുള്ള ആ പ്രദേശത്ത് നിന്നാണ് നഴ്സിംഗ് മേഖലയിൽ വലിയ കുടിയേറ്റം ഉണ്ടായത്. പിന്നെ ഗൾഫിലേക്ക് തൃശ്ശൂരിൽ നിന്ന് വലിയ കുടിയേറ്റമുണ്ടായി. ആ രണ്ട് കുടിയേറ്റങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു ഹെർഡ് മെന്റാലിറ്റി എന്ന് പറയും. ഹെർഡ് മെന്റാലിറ്റി, ഒരു ക്ലാൻഡസ്റ്റൈൻ മെന്റാലിറ്റി. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സ്ത്രീ വിചാരിക്കുകയാണ് എൻ്റെ ചേട്ടത്തിയുടെ മക്കളെല്ലാം പുറത്തു പോയി, അതുകൊണ്ട് എൻ്റെ മക്കളും പുറത്തു പോകണം. അല്ല, എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ മക്കളൊക്കെ വിദേശത്താണ്, അതുകൊണ്ട് നമ്മുടെ മക്കളെയും നമുക്ക് പുറത്തു പോകണം. അതാണ് ഹെർഡ് മെന്റാലിറ്റി. ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു കൂട്ടം, ഒരു സമുദായം, ഒരു പ്രദേശം, അത് നല്ലതാണ്. കുറെ ഇന്റർലോക്കിംഗ് ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ നല്ലൊരു പറ്റും ആളുകൾ ഈ രാജ്യം വിട്ട് പുറത്തേക്ക് പോകും. ഇപ്പോൾ ഉണ്ടാകുന്നത് വിദ്യാർത്ഥി പലായനമാണ്. ഹൈസ്കൂൾ കഴിയുന്നത് എല്ലാവരും കാനഡയ്ക്കും UK-ക്കും ഓസ്ട്രേലിയയ്ക്കും ഒക്കെ പോവുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ ഒക്കുകയില്ല. അത് വളർച്ചയുടെ ഒരു ഭാഗം തന്നെയാണ്. എങ്കിലും നിങ്ങൾ ഇവിടെ ഇത്രയും പണം മുടക്കി ഇവിടെ വന്ന് പഠിച്ച് ഈ രാജ്യത്തെ നമ്മുടെ ജനങ്ങളെ സേവിക്കാനായിട്ട് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്ങനെയെങ്കിലും ഈ രാജ്യം വിട്ടുപോകണം എന്ന് ചിന്തിക്കാതെ എങ്ങനെയെങ്കിലും ഇവിടെ തന്നെ ജീവിക്കണം. നമ്മുടെ മേഖലകളിലൊക്കെ നല്ല സാലറി, സ്കൂള്, കോളേജ്, കാർഷിക രംഗങ്ങൾ എല്ലാം ഉണ്ട്. അത് നമുക്കെന്തോ അതിനോടൊരു തൃപ്തിക്കുറവുണ്ട്. ഇന്ത്യക്കകത്ത് നിന്നാൽ ആവശ്യത്തിന് പണം കിട്ടുകയില്ല, കൊണ്ട് പുറത്തു പോകണം എന്നൊരു ചിന്ത ഉണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാൻ
പറഞ്ഞ ഈ പല മേഖലകളിലും കമ്പ്യൂട്ടർ സെക്ഷൻ, കോളേജ് സ്കൂൾ തലത്തിൽ ഇന്ത്യയിൽ കിട്ടുന്ന പോലെ ശമ്പളം ലോകത്തിൽ മറ്റൊരിടത്തുമില്ല. അതാണ് സത്യം. എയ്ഡഡ് മേഖലയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വിട്ട് പോയ പലരും തിരിച്ച് സ്കൂളിലും കോളേജിലും ഒക്കെ വന്ന് കയറാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളെല്ലാം നടത്തുന്നുമുണ്ട്. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് നല്ല മൂല്യങ്ങൾ സമ്പാദിച്ച് ഇവിടെ ഈ രാജ്യത്ത് നല്ല ശുശ്രൂഷ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളെ കാണുമ്പം തന്നെ രോഗിയുടെ പകുതി രോഗം മാറണം. എന്നാലേ കാര്യമുള്ളൂ. വാഷിങ്ടൺ പോസ്റ്റിൽ ഒരു പത്രമാണ്, ബെസ്റ്റ് നോൺ പേപ്പറാണ്. അതിൽ ഇപ്പോഴത്തെ പരിസ്ഥിതിനെ കുറിച്ച് ഒരു വാക്യം ഞാൻ കാണുകയുണ്ടായി. വി ലൈക്ക് ടു ലിസൺ ടു ദിസ് പോപ്പ് എന്നിട്ട് പറയുകയാണ്, ബിക്കോസ് ഹി സ്പീക്സ് ലൈക്ക് ജീസസ്, ആക്ട്സ് ലൈക്ക് ജീസസ് ആൻഡ് ഹി ഈസ് ലൈക്ക് ജീസസ്. വാഷിങ്ടൺ പോസ്റ്റ് പത്രം ഇട്ടിരിക്കുന്ന ഒരു റിമാർക്കാണ് ഇപ്പോഴത്തെ പരിസ്ഥിതിനെ കുറിച്ച്. അങ്ങനെ നമ്മളെ കുറിച്ച് പറയാൻ സാധിക്കണം. നമ്മളൊരു നല്ല നേഴ്സായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് നല്ല സന്തോഷവും സംതൃപ്തിയും നൽകാനായിട്ട് നമുക്ക് സാധിക്കണം. ഇഫ് യു വാണ്ട് ടു ബി സക്സസ്ഫുൾ, സറൗണ്ട് യുവർസെൽഫ് വിത്ത് പീപ്പിൾ ഹു ആർ മോർ സക്സസ്ഫുൾ ദാൻ you are. If you want to be happy, surround yourself with people who are less successful than you are. അവിടെ പോയി വെറുതെ വാങ്ങിച്ചിരുന്നാൽ മതി. നമ്മൾ വെല്ലുവിളികളാണെന്ന് പറയും. അപ്പം നമ്മളൊരു മിനിസ്ട്രിയുമായിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്കൊരു വലിയ ദൗത്യമുണ്ട്. നഴ്സിംഗ് കോഴ്സ് ഈസ് നോട്ട് ആൻ ഈസി റോഡ്. ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ക്ലൈംബ്. വലിയൊരു മലകയറ്റമാണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി റോഡ്. അതുകൊണ്ട് ഈ മർസ്ലീവ നഴ്സിംഗ് കോളേജിൻ്റെ ആ ലെഗസി, അതിൻ്റെ പ്രാധാന്യം ഒക്കെ മനസ്സിലാക്കണം. നമ്മൾ നഴ്സുമാർ ചിലപ്പോഴൊക്കെ പൊട്ടിത്തെറിക്കുകയും വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാം നമ്മൾ നിയന്ത്രണം, സെൽഫ് കൺട്രോള് ഏറ്റവും ആവശ്യമാണ്. ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ ജിബ്രാൾട്ടർ ജലസംഭരണി, ഒരു സുവേസ് കനാലിൻ്റെ കപ്പലൊക്കെ കടന്നു പോകുന്ന സ്ഥലമാണ്. അതിൻ്റെ ഭിത്തിയിൽ ഒരു ചെറിയ വാക്യം എഴുതി വെച്ചിട്ടുണ്ട്, ലത്തീൻ: നെ പ്ലൂസ് ഉൾട്ര, നെ പ്ലൂസ് ഉൾട്ര, നോ മോർ ബിയോണ്ട്. ഇനി ഒരു സ്റ്റെപ്പ് പോലും മുമ്പിലേക്ക് പോകരുത്. കാരണം അവിടെ വരെ ഉള്ളൂ. നെ പ്ലൂസ് ഉൾട്ര, നോ മോർ ബിയോണ്ട്. അത് വായിക്കാണ്ട്, അത് മനസ്സിലാക്കാണ്ട് പോയാൽ കപ്പൽ പാറയിലിടിച്ച് തകരും. നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ, സംസാരിക്കുമ്പോൾ, അവരുടെ കൂട്ടത്തിലായിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മളുടെ സമീപനങ്ങളൊക്കെ വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഏതെങ്കിലും വികാരത്തിൻ്റെ അല്ലെങ്കിൽ പ്രയാസത്തിൻ്റെ പേരിൽ നമ്മൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വാക്കുകൾ മൂർച്ചയുള്ളതാണ്. അതെല്ലാം അതിർവരമ്പുകൾ ഭേദിച്ച് പോകുന്നത് പോലെ ചിലപ്പോഴെല്ലാം എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്ഥാപനങ്ങളിലാണെങ്കിലും പള്ളികളിലാണെങ്കിലും വീട്ടിനുള്ളിലാണെങ്കിലും ഒക്കെ വലിയൊരു നമ്മൾ വിചാരിക്കും മറ്റ് മാറാ രോഗങ്ങളൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നം വാക്കുകൾ തന്നെയാണ്. വാക്കുകൾ കൊണ്ടുള്ള മുറിപ്പെടുത്തലാണ് ഏറ്റവും വലിയ പ്രതിസന്ധി, പ്രശ്നം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ വാക്കുകൾ സ്വീകരിക്കട്ടെ. നിങ്ങളെല്ലാവരെയും ഇതുപോലെ കാണാൻ പറ്റിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരു വലിയൊരു സ്ഥാപനമാണ്. നമ്മളുടെ രൂപതയുടെ ഹൃദയഭാഗത്തുള്ള ഒരു കോളേജാണ്. വ്യത്യസ്ത മതവിഭാഗത്തിൽ പെട്ടവരെല്ലാം ഇവിടെയുണ്ട്. അത് ഇന്ത്യയുടെ ഒരു ക്രോസ് സെക്ഷനാണ്. നമുക്ക് ഒരു ബെഞ്ചിലിരുന്ന് വിവിധ വിശ്വാസ മേഖലകളിൽപ്പെട്ടവർ ഒന്നിച്ചിരുന്ന് പഠിക്കാനും സംസാരിക്കാനും ഒക്കെ സാധിക്കും. നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. നല്ല കുടുംബാന്തരീക്ഷത്തിൽ നമുക്കെന്നും ആകണം. കുടുംബം വെറുതെ ഒരു കെട്ടിടമല്ല. ആ കെട്ടിടത്തിനുള്ളിൽ ജീവിക്കുന്ന ആളുകൾ തമ്മിലുള്ള ബന്ധമാണ് അതിനെ നല്ലൊരു കുടുംബമാക്കി മാറ്റുന്നത്.